ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈലാസ് ക്രിയേറ്റീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കണവ തോരനാണ്. അതിനായിട്ട് ഞാൻ 1/2 കിലോ കണവ വെട്ടി കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി കളഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതും, ഒരു സവാള അരിഞ്ഞതും, 2 തണ്ട് കറിവേപ്പില, ഒരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയും 2 നെല്ലി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/4 മുറി തേങ്ങ തിരി വെച്ചിട്ടുണ്ട്. പൊടി ഐറ്റംസ് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് ഈ കണവ ഒരു ചട്ടിയിലോട്ടിട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വേവിക്കാൻ വെക്കണം. ഇതൊരു 15 മിനിറ്റോളം ഇത് വേകണം. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് വേകാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ എടുത്ത് അടപ്പത്ത് വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു ഇളം ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത് നല്ലതുപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു ഇളം ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ തേങ്ങയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് നല്ലതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഈ പൊടി ഐറ്റംസ് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ വഴന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ അത് മാറി വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ തേങ്ങ ഇതിൻ്റെ കൂടെ കിടന്ന് തേങ്ങയ്ക്കൊരു വേവുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അതിൻ്റെ കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കുന്നത്. നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് കണവയ്ക്കകത്ത് 1/2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇത് വഴറ്റിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ അതിലാവശ്യത്തിന് വെള്ളമുണ്ട്. ആ വെള്ളവും കൂടെ ആയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. കണവയും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ആ തേങ്ങ ആ അരപ്പൊന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചൊരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. ഈ അരപ്പൊന്ന് വെന്ത് കിട്ടാനാണ്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി തോരൻ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ളൊരു തോരനാണിത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് പകർന്നു വെക്കാം. ഇപ്പോൾ അടിപൊളി കണവ തോരൻ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.